എൻ്റെ പേര് എലിസബത്ത് ജോസഫ്. ഞാൻ അബുദാബിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാനിവിടെ എൻ്റെ ചാച്ചനും എനിക്കും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോ നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ചാച്ചൻ 2023 ഒക്ടോബറിൽ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്താമായിരുന്നു. പക്ഷേ ചാച്ചൻ അത് കറക്റ്റായിട്ടൊന്നും ഉടമ്പടി പാലിച്ചില്ലായിരുന്നു. ചാച്ചനൊരു ഞങ്ങളെടുത്ത് 2 വർഷം മുമ്പ് വന്നു അബുദാബിയിൽ. അപ്പോൾ എപ്പോഴും പറയും, എനിക്ക് തൊണ്ടയിൽ ഒരു ബുദ്ധിമുട്ട് പോലെയാണ്, എന്തോ ഇങ്ങനെ ഒരു കഫം വന്നിരിക്കുന്നു, എന്നിട്ട് എപ്പോഴും ഇങ്ങനെ ചുമയ്ക്കും. ഞങ്ങൾ ആൻറ്റിബയോട്ടിക് കൊടുത്തു. ചാച്ചന് പിന്നെ അതങ്ങ് പോയി. പിന്നെ അതുപോലെ തന്നെ ചേച്ചിയുടെ അടുത്ത് UK പോയപ്പോഴും ഇതുപോലെ തന്നെ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് മാനെ. അപ്പം ഞങ്ങൾ ഡോക്ടറിനെ കാണിച്ചു. അവർ CT ലങ്സ് എടുത്തു. അപ്പോൾ പറഞ്ഞു ഇൻഫെക്ഷൻ ഉണ്ട്, എന്തിൻ്റെയോ ഇൻഫെക്ഷൻ ഉണ്ട്, ആൻറ്റിബയോട്ടിക് എടുത്താൽ മാറുമെന്ന് പറഞ്ഞു. ആൻറ്റിബയോട്ടിക് എടുത്തു. അതിനുശേഷം കഴിഞ്ഞ ഒരു മാസം മുമ്പ് ചാച്ചന് ഇതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് വന്നു, ഭയങ്കര വിഷമം വന്നിട്ട് ഞങ്ങളാരും ഇവിടെ ഇല്ലായിരുന്നു. അമ്മച്ചിയും ചാച്ചനും കൂടി വീടിൻ്റെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചാച്ചന് ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അഡ്മിറ്റ് ആക്കണം, എന്തോ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റാക്കി. ഒരു 2 ആഴ്ചയായിട്ടും ചാച്ചന് ഒരു കുറവുമില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, എങ്ങനെയാണോ ഞാൻ വന്നത് അതുപോലെ തന്നെ വന്ന് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഡോക്ടറിനെ വിളിച്ച് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു എന്താണെന്നറിയില്ല, എല്ലാം ക്ലിയറാണ്, ചെസ്റ്റ് എക്സ്റേ ക്ലിയറാണ്, എല്ലാം ക്ലിയറാണ്, പക്ഷേ അപ്പച്ചൻ ഓക്കെ ആവില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വിളിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞു, മനെ ഓക്സിജൻ്റെ അളവൊക്കെ ഒത്തിരി കുറയുവാന്ന് ഡോക്ടർ പറഞ്ഞു. ഓക്സിജൻ വെച്ചു. അങ്ങനെ പിന്നെ ഒരു ദിവസം 85, 84 ഓക്സിജൻ്റെ അളവെന്ന് പറഞ്ഞു. അത് തീരെ കുറവാണ്. അപ്പം ഞങ്ങൾ ഭയങ്കരമായിട്ട് പേടിച്ചു. ഡോക്ടർ പറഞ്ഞു, ഞങ്ങളിവിടെ ചെയ്തു, ഞങ്ങൾക്ക് എന്താണെന്ന് പിടികിട്ടണില്ല, നിങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കാരിത്താസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ചാച്ചൻ്റെ നേരെ ICUലോട്ടാണ് കൊണ്ടുപോയത്. അപ്പം ഞാൻ എമർജൻസി ലീവിന് കഴിഞ്ഞ സാറ്റർഡേ വന്നു. ഫ്രൈഡേയിലാണ് ചാച്ചനെ ICUയിൽ കൊണ്ടുപോയത്. തേഴ്സ്ഡേ നൈറ്റാണ് ചാച്ചനെ റെഫർ ചെയ്തത്. അങ്ങനെ ഞാൻ ഫ്രൈഡേ നൈറ്റ് അവിടെ നിന്ന് പോന്നു. സാറ്റർഡേ ഇവിടെ വന്നപ്പോഴും ഡോക്ടർ പറയണത് എത്ര ഹൈ ലിറ്റർ ഓക്സിജൻ കൊടുത്തിട്ടും ചാച്ചന് ഓക്സിജൻ്റെ അളവ് കൂടുന്നില്ല, എന്നാൽ ടെസ്റ്റുകളൊക്കെ ലങ്സിനൊക്കെ അത്ര പറയത്തക്ക പ്രശ്നങ്ങളൊന്നും CT സ്കാൻ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ, അത് സ്കോപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പം അത് ഞങ്ങൾ ചെയ്തപ്പോഴത്തേക്കാണ് അറിയണത് ചാച്ചന് ഇവിടെ വോക്കൽ കോഡ് എന്ന് പറയും. അതായത് നമുക്ക് ശ്വാസം എടുക്കുമ്പോഴും വലിക്കുമ്പോഴും അത് വേണം, അതല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന, അതിന് ക്ലോസ് ആകാൻ പാടില്ല. അപ്പോൾ ചാച്ചന് അത് ഓപ്പൺ ആയിരിക്കേണ്ട സംഭവം അത് ക്ലോസ് ആയിരിക്കുവാണ്. ഒരു കുറച്ചും കൂടി ഉള്ളൂ ക്ലോസ് ആകാൻ. ഡോക്ടർ എന്നെ കാണിച്ചു തന്നു, വീഡിയോ കാണിച്ചു തന്നു. ഡോക്ടർ ഭയങ്കരമായിട്ട് നെർവസ് ആയിട്ടാണ് എന്നോട് സംസാരിച്ചത്. ഞങ്ങൾക്കത് പിടികിട്ടിയില്ലായിരുന്നു. ഇതായിരുന്നു ചാച്ചൻ്റെ ഇത്രയും നാളത്തെ പ്രോബ്ലം എന്നോട് പറഞ്ഞു. ഞങ്ങൾ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ എപ്പോഴും ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ ട്രക്കിയോസ്റ്റമി എന്ന് പറയുന്ന ഒരു സാധനം ഇടാനേ പറ്റുള്ളൂ. അപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. ഞങ്ങളുടെ ചാച്ചന് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വന്നല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിച്ചു. എൻ്റെ ചേച്ചിയും ഞാനും കൂടി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ എപ്പോഴും പുറത്തിരുന്ന് പ്രാർത്ഥിച്ചു. ICU കയറുമ്പം ചാച്ചൻ്റെ പില്ലോയുടെ അടിയിൽ മാതാവിൻ്റെ കൃപാസന പത്രം വയ്ക്കുകയും കുരിശുരൂപം വയ്ക്കുകയും അതുപോലെ പുറത്തിരുന്ന് ഞങ്ങളെപ്പോഴും കൊന്ത ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി എപ്പോഴും പ്രാർത്ഥിച്ചു. അതുപോലെ ചാച്ചന് വിശുദ്ധ കുർബാന കൊടുക്കാൻ വേണ്ടി ഞാൻ അവിടുത്തെ സിസ്റ്റർമാരോട് പറഞ്ഞു. അങ്ങനെ ഇടയ്ക്ക് ചാച്ചൻ്റെ അടുത്ത് കാണാൻ എന്നെ ICUയിൽ കയറ്റുമ്പോഴത്തേക്ക് 2 നേരം കയറ്റി ചെല്ലുമ്പോൾ ഞാൻ വിശുദ്ധ തൈലവും അതുപോലെ തന്നെ ഉപ്പും ചാച്ചൻ്റെ വായി വെച്ച് കൊടുത്തു. കുരിശ് വരച്ച് വിശുദ്ധ തൈലം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. മരുന്നോ ലേപനമോ അല്ല, അവിടുത്തെ വചനങ്ങളാണ് നിന്നെ സുഖപ്പെടുത്തുന്നത് എന്ന് എപ്പോഴും ചാച്ചനെ കൊണ്ട് പറയിപ്പിച്ച് ഞാനും പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ചാച്ചൻ അപ്പോൾ അങ്ങനെ സാറ്റർഡേ ആണ് ഞാൻ ചെല്ലുന്നത്. മൺഡേ മോർണിംഗിൽ ലാരിങ്കോസ്കോപ്പി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറുണ്ട്. അത് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ചാച്ചൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അങ്ങനെ ഞങ്ങൾ അതിന് വേണ്ടി എപ്പോഴും അതിന് കയറാൻ പോകുമ്പോഴും ഒക്കെ വിശുദ്ധ തൈലം വെച്ച് ചാച്ചനെ പ്രാർത്ഥിച്ച് വചനങ്ങൾ പറയിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിന് ചാച്ചനെ അതിൻ്റെ അകത്ത് കയറ്റി തിരിച്ചു വന്നപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, എനിക്ക് എന്താണെന്നറിയില്ല, ഒരു കുഴപ്പവും തോന്നുന്നില്ല, ചാച്ചൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തപ്പോൾ അങ്ങനെ വന്നതെന്നറിയില്ല, എന്നെ കാണിച്ചു തന്നു. ഞാൻ കണ്ടതാണ് 2 ദിവസം മുമ്പ് വോക്കൽ കോഡ് ചാച്ചൻ്റെ ഇങ്ങനെ ക്ലോസ് ആയിട്ടിരിക്കുന്നത്, അത് ഓപ്പൺ ആയിട്ടിരുന്നു, അത് നന്നായിട്ട് മൂവ്മെൻ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ എന്നെ ഡോക്ടർ കാണിച്ചു തന്നതാണ് ചാച്ചൻ്റെ ഡയഗ്നോസിസ്. ബൈലാറ്ററൽ വോക്കൽ കോഡ് നെർവ് പാൽസി എന്നായിരുന്നു അതിനകത്ത് എഴുതിയത്. ഞാനപ്പോൾ ഞങ്ങളുടെ അബുദാബിയിലെ ഡോക്ടർമാരെ വിളിച്ചു പറഞ്ഞു. അവർ പറയുന്ന ലക്ഷണങ്ങളെല്ലാം ചാച്ചനുണ്ട്. അപ്പോൾ ശരിക്കും എയർവേ ഇതായിക്കൊണ്ടിരിക്കുകയാണ് ചാച്ചൻ്റെ കണ്ടീഷൻ എന്ന് ഓർത്ത് ഞങ്ങൾ ഭയങ്കരമായിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചായിരുന്നു.
അങ്ങനെ ഇത് വന്നപ്പോഴത്തേക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അന്ന് തന്നെ ചാച്ചനെ ICU മാറ്റി. 85 ആയിരുന്ന സാച്ചുറേഷൻ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. 8 ലിറ്റർ ഓക്സിജൻ കൊടുത്തിട്ടും ചാച്ചൻ്റെ സാച്ചുറേഷൻ 85 86 നിന്നതാണ്. ലാരിങ്കോസ്കോപ്പി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് 94 93 ചാച്ചൻ്റെ സാച്ചുറേഷൻ. എങ്ങനെയാണെന്ന് ഒരു പിടുത്തവും കിട്ടണില്ല. ഇത്രയും ദിവസം അവർ ആൻറ്റിബയോട്ടിക് കൊടുത്തത് ഒരൊറ്റ ദിവസം കൊണ്ട് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ തിരിച്ചു വന്നു. 96 സാച്ചുറേഷനോട് കൂടി ചാച്ചനെ ചാച്ചനെ വാർഡിലോട്ട് റൂമിലോട്ട് മാറ്റി. മൺഡേയിൽ ഇത് ചെയ്തു. ട്യൂസ്ഡേ മാറ്റി. ഇന്ന് ചാച്ചനെ ഡിസ്ചാർജ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഡോക്ടർ. ഒന്നും കൊണ്ടും പേടിക്കേണ്ട, നടക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അത് വേറെ ഒരു കുഴപ്പവും ചാച്ചനില്ല എന്ന് മാത്രം പറഞ്ഞു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ഈശോ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ നൽകിയ അനുഗ്രഹത്തിന് 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ 2024 മാർച്ചിൽ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തായിരുന്നു. ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് തൈറോയിഡിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് തൈറോയിഡെക്ടമി ചെയ്യണമെന്ന് പറഞ്ഞു മെയിൽ. അപ്പോൾ അത് ഡോക്ടർ എന്നോട് പറഞ്ഞു മൊത്തം എടുത്ത് മാറ്റണോ പകുതി എടുത്ത് മാറ്റണോ എന്ന് എന്നോട് ചോദിച്ചു. കാരണം എനിക്ക് പകുതി വശത്തെ പ്രശ്നമുള്ളായിരുന്നു. പക്ഷേ ഞങ്ങൾ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലി വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുത്ത് ഈശോയോട് ചോദിച്ചു, മാതാവിനോട് ചോദിച്ചു എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്കൊരു ഉത്തരം കിട്ടിയത് മൊത്തം എടുത്ത് മാറ്റി കളഞ്ഞേക്കാനാണ്. ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടർ അത് മൊത്തം എടുത്ത് മാറ്റിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അത് മൊത്തം എടുത്ത് മാറ്റി. അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് തൈറോയിഡ് ക്യാൻസറാണ്. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ആ തീരുമാനം എന്തുകൊണ്ടും നല്ലതായിരുന്നു. അത് മൊത്തം എടുത്ത് മാറ്റിയില്ലായിരുന്നെങ്കിൽ പിന്നെ അത് അവിടെ കിടന്ന് അത് പ്രശ്നമായേനെ. അങ്ങനെ എന്നോട് പറഞ്ഞു നീ കറക്റ്റ് സമയത്താണ് നീ അത് എടുത്ത് മാറ്റിയത്. നിൻ്റെ അത് എനിക്കൊരു ചെറിയ ലിംബ് നോഡിലും അത് വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് 2 മാസം കഴിയുമ്പോൾ സ്കാൻ ചെയ്യാം. സ്കാൻ ചെയ്തിട്ട് എങ്ങോട്ടെങ്കിലും ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം, ബ്ലഡും ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ഇന്നലെ ആഴ്ചയായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങോട്ട് പോകുന്നതിൻ്റെ പേരിൽ ഞാനിവിടെ ചാച്ചൻ അഡ്മിറ്റായ ആശുപത്രിയിൽ പോയി ഞാൻ ചെക്ക് ചെയ്തു. ഇന്നലെ ചെക്ക് ചെയ്തു. ഡോക്ടർ എന്നോട് പറഞ്ഞു എങ്ങോട്ടും ആയിട്ടില്ല, അവിടെ മാത്രമേ ഉള്ളായിരുന്നു, അത് റിമൂവ് ചെയ്ത് എന്തുകൊണ്ടും നന്നായി, വേറെ ഒരു സ്ഥലത്തും ആയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നൽകിയ അനുഗ്രഹത്തിൽ 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ 2022 ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ എഴുതിയിട്ടായിരുന്നു. കാരണം ഞങ്ങളുടെ ജോലിക്ക് ഒരിക്കലും ഇങ്ങനെ ടെമ്പററി അതായത് എപ്പം വേണേലും പറഞ്ഞു വിടാം അവർ. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു എനിക്ക് എങ്ങോട്ടെങ്കിലും ഒരു സ്ഥിരമായിട്ട് ഇങ്ങനെ പേടിക്കാത്ത ഒരു സ്ഥലത്ത് യൂറോപ്യൻ കൺട്രിയിലോട്ട് എവിടെയെങ്കിലും ഒന്ന് പോകാനൊന്ന് ശരിയായി തരണേന്നൊന്ന് അങ്ങനെ ഒന്ന് എഴുതിയിട്ടായിരുന്നു ഞാൻ. പക്ഷെ അത് വെറുതെ ഒരു ആവശ്യം പോലെ ഞാൻ അങ്ങ് എഴുതിയിട്ടെന്നേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, കാനഡയിലെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു അവളോടൊന്ന് പറ IELTS ഒക്കെ എഴുതുവാണെങ്കിൽ ഒരു കെയർ ഗീവറായിട്ട് കയറി പോകാം കാനഡയ്ക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഓക്കെ. അങ്ങനെ ഞാൻ IELTS എഴുതി. IELTS എനിക്ക് ക്ലിയറായി. ശരിക്കും ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാതെ വെറുതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു അനുഗ്രഹം. അങ്ങനെ എൻഗ്ലക്സാറിന് എഴുതി. എൻഗ്ലക്സാറിനൊന്നും എനിക്ക് ഫസ്റ്റ് ടൈമിൽ കിട്ടുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്തതാണ്. ഇതെല്ലാം ചെയ്യുമ്പോഴും ഞങ്ങൾ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലി എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ബൈബിൾ വായിച്ച് എല്ലാം ഒരുങ്ങിയിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ എൻഗ്ലക്സാറിന് എഴുതി. ഫസ്റ്റ് ടൈമിൽ തന്നെ എൻഗ്ലക്സാറിന് എഴുതി. അപ്പോഴും ഞങ്ങളോട് ആ ഫ്രണ്ട് പറഞ്ഞത് കെയർ ഗിവറായിട്ടേ പോകാൻ പറ്റുള്ളൂ, കാരണം അല്ലാണ്ട് കാനഡയിലൊന്നും ഇങ്ങനെ നമുക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങൾ മനസ്സിലോർത്തു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ട് കെയർ ഗിവറായിട്ട് പോണ കാര്യം ഭയങ്കര വിഷമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഫെബ്രുവരിയിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, എനിക്ക് യാതൊരു പരിചയമില്ലാത്തൊരു ചേച്ചി പേഷ്യൻറ്റിന് ഞാൻ ഹാൻഡ് ഓവർ കൊടുക്കാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞു ഒരു ഇൻ്റർവ്യൂ വരുന്നുണ്ട്, ഇങ്ങനെ കൊച്ചു കേട്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു അവരിങ്ങനെ കുറച്ച് പേരെ സെലക്ട് ആക്കിയിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന്, കുവൈറ്റിൽ നിന്ന്, മസ്കറ്റിൽ നിന്ന്, സൗദിയിൽ നിന്നും ഒക്കെ. അവർ മാത്രമേ ഇൻ്റർവ്യൂവിന് വിളിക്കുള്ളൂ, ഞങ്ങളെ അങ്ങനെ പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചു. ഞാൻ വെറുതെ ഒന്ന് പോയി നോക്കി. അപ്പം എനിക്ക് എൻഗ്ലക്സാറിന് ഒന്നുമില്ലായിരുന്നു. ജസ്റ്റ് ഞാനൊന്ന് വെറുതെ പോയി നോക്കി. അപ്പോൾ അവർ ഓരോരുത്തരെയും സെലക്ട് ചെയ്ത ആൾക്കാരെ മാത്രമേ അവരെ പേര് വിളിച്ച് കയറ്റുവാണ്. ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചുകൊണ്ട് അവരോട് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇൻ്റർവ്യൂ കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ എൻഗ്ലക്സാറിന് എഴുതി, പാസ്സായി. കാനഡയുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. ഈ വർഷം അവസാനത്തോടു കൂടി എനിക്ക് പോകാൻ പറ്റും. ഇതെല്ലാം എനിക്കറിയാം. എനിക്ക് ഈശോയും പരിശുദ്ധ അമ്മയും കൂടി നൽകിയ അനുഗ്രഹമാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തതിൽ നിന്ന് എനിക്ക് കിട്ടിയ അനുഗ്രഹമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ചെയ്യുന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നു. ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തിയിൽ ഞാൻ ഇവിടുന്ന് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടുന്ന് പത്രം ഞാൻ എല്ലാവർക്കും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനെല്ലാം കൊടുക്കാറുണ്ട്. നാട്ടിൽ വരുമ്പോഴൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട്. അതുപോലെ ഒരു കുട്ടിക്ക്
ഒരു മാസത്തിനുള്ള ഫുഡിനുള്ള ഒരു മാസത്തിനുള്ള ചിലവിനുള്ള പൈസയും പഠിക്കാനുള്ള പൈസയും അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തിൽ ഒരു ഓർഫനേജിൽ ഫുഡിന് കൊടുക്കാനുള്ള പൈസ എല്ലാ മാസവും കൊടുക്കുന്നുണ്ട്. യേശുവേ നന്ദി, പരിശുദ്ധമ്മേ നന്ദി. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12. മരുന്നോ ലേപനമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, നമ്മളുടെ മുൻപിൽ എലിസബത്ത് എന്ന സഹോദരി നിന്ന് ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ഈ സഹോദരി പറയുകയാണ്, ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12, മരുന്നോ ലേപനമോ അല്ല, എല്ലാവരെയും സൗഖ്യപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് സൗഖ്യപ്പെടുത്തുന്നത് എന്നുള്ള വചനത്തിൻ്റെ അഭിഷേകത്തിൽ രോഗസൗഖ്യം നേടിയെന്ന് വ്യക്തമായിട്ട് ഈ സഹോദരി പറയുകയാണ്. തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്ന, വോക്കൽ കോഡിന് ബുദ്ധിമുട്ടുണ്ടായിരുന്ന അപ്പനും അതുപോലെ തന്നെ തൈറോയ്ഡ് ക്യാൻസർ ഉണ്ടായിരുന്ന എലിസബത്ത് എന്ന സഹോദരിയും വചനത്തിൻ്റെ അഭിഷേകത്തിൽ സൗഖ്യം ലഭിക്കുന്നതായിട്ട് നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉടമ്പടി ജീവിതം നയിക്കുന്ന വ്യക്തികളോട് വചനം വായിക്കണമെന്ന് പറയുമ്പോൾ പ്രാർത്ഥനയോടുകൂടി അവർ വചനം വായിക്കുമ്പോൾ വചനം അഭിഷേകമായിട്ട് മാറുന്നു, അത് സൗഖ്യമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമായി തീരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഉടമ്പടി ജീവിതത്തിൽ അരമണിക്കൂർ വിശുദ്ധ ഗ്രന്ഥം വായിക്കണമെന്ന് പറയുന്നത്. ഈ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. ഈ വചനത്തിലൂടെ ദൈവം സൗഖ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. വചനത്തിലൂടെ ദൈവം സന്തോഷമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. പ്രിയമുള്ളവരെ, വചനത്തിൽ ആഴപ്പെട്ടുകൊണ്ട്, വചനത്തിൽ അടിയുറച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളായിട്ട് മാറുന്നത്. ഈ സഹോദരി നമ്മളോട് പങ്കുവെച്ചു, ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചപ്പോഴും അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവൃത്തികളും ചെയ്തപ്പോൾ എങ്ങനെയാണ് ഉടമ്പടി ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിട്ട് ഇവരുടെ ജീവിതത്തെ നയിച്ചതെന്ന്. പ്രിയമുള്ളവരെ, നമ്മളുടെ ഉടമ്പടി ജീവിതത്തിലും വചനം വായിക്കുവാനായിട്ടും വചനത്തിൻ്റെ അഭിഷേകത്തിൽ നിലനിൽക്കുവാനായിട്ടും അതുവഴിയായിട്ട് വചനം നമ്മളെ നയിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ടും സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തോട് ചേർന്നുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.